ഉമാ തോമസ് എം.എൽ.എ വീഴ്ത്തിയ കലൂരിലെ പരിപാടിക്ക് പിന്നിലെ കടുത്ത സുരക്ഷാ ലംഘനങ്ങൾക്ക് പിന്നാലെ മൃദംഗ വിഷന് കലൂർ സ്റ്റേഡിയം വിട്ടു നൽകിയതിലെ ദുരൂഹ നീക്കങ്ങളും പുറത്തേക്ക് വരികയാണ്. സ്റ്റേജ് വിട്ടു നൽകരുത് എന്ന എസ്റ്റേറ്റ് വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടാണ് GCDA അനുമതി നൽകിയത്. ചെയർമാൻ ചന്ദ്രൻപിള്ള പ്രത്യേക താൽപര്യം കാട്ടിയെന്ന സംശയം ബലപ്പെടുകയാണ്. എങ്കിൽ അത് എന്തിനു വേണ്ടിയായിരുന്നു? സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്ന ആരോപണവുമായി കൊച്ചി സ്വദേശി വിജിലൻസിനെ സമീപിച്ചിരിക്കുകയാണ്. പുറത്തേക്ക് വന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന ആരോപണം ഉയരുമ്പോൾ ചില ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. മൃദംഗ വിഷയം സ്റ്റേഡിയം നൽകിയതിൽ ചട്ടവിരുദ്ധ ഇടപെടലോ? അനുമതി വേണ്ടെന്ന എസ്റ്റേറ്റ് വിഭാഗം തീരുമാനം അട്ടിമറിച്ചത് അങ്ങനെയെങ്കിൽ എന്തിനു വേണ്ടി? GCDA ചെയർമാൻ പ്രത്യേക താൽപര്യം കാട്ടിയോ? എങ്കിൽ എന്തിന്? ഫുട്ബോളിന് മാത്രം നൽകിയിരുന്ന മൈതാനം മാറ്റിയത് എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? കള്ളത്തരമുണ്ടെന്ന തിരിച്ചറിവിലാണോ മേയർ GCDA ന്യായീകരിക്കാത്തത്? വിശകലനങ്ങളിലേക്ക് നമുക്ക് വരാം. ചെഷയർ ടാർസനാണ് ഈ സംഭവത്തിൽ പരാതി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയിരിക്കുന്നത്. അദ്ദേഹം നമ്മോടൊപ്പം തത്സമയം ചേരും. ഒപ്പം സക്കീർ CPയുടെ നഗരസഭാ കൗൺസിലറും ചേരുന്നുണ്ട്. ശ്രീ ചെഷയർ ടാർസൻ, നോക്കൂ, നമുക്ക് അറിയാം ഈ സംഭവം നടന്നിട്ട് ഇത്രയും ദിവസമായി. പോലീസ് അതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് GCDA സംബന്ധിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ തുടക്കത്തിലേ തന്നെ ഉയർന്നിട്ടുള്ളത്. അത് കൂടുതൽ ബലപ്പെടുത്തുന്ന തരത്തിൽ GCDAയുടെ ഉത്തരവാദിത്തം അവർ ലംഘിച്ചു. അവിടെ ഒരുപാട് അട്ടിമറികളും ദുരൂഹതയും ഉണ്ടായിട്ടുണ്ട്. ചെയർമാൻ്റെ പ്രത്യേക താല്പര്യമടക്കം ഈ സംഭവത്തിൽ വെളിവാകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്ന് GCDA സംഘാടകർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഈ ഉത്തരവാദിത്തപ്പെട്ട സൈറ്റ് എഞ്ചിനീയർ ആ ഉത്തരവാദിത്തം നിറവേറ്റില്ല എന്ന് കാട്ടി സസ്പെൻഷനും വരികയാണ്. അപ്പോൾ തീർന്നോ എല്ലാ കാര്യങ്ങളും? അതിനപ്പുറത്തേക്ക് വലിയ തലങ്ങൾ, സാമ്പത്തികമായ അട്ടിമറികൾ അടക്കമാണ് താങ്കൾ ഉയർത്തിയിരിക്കുന്നത്. എന്താണ് വീഴ്ചകൾ സംബന്ധിച്ച് ഒരു പരാതിയിലേക്ക് പോകാൻ താങ്കളെ പ്രേരിപ്പിച്ചത്? ഒന്ന്, പരാതിയിലേക്ക് പോകാനും ഞങ്ങളുടെ MLA ആണ് ഉമാ തോമസ്. രാഷ്ട്രീയപരമായിട്ട് ഞാൻ അവർക്ക് എതിരെയാണെങ്കിൽ പോലും ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA ആണ്. MLA അവിടെ വീഴുന്നു. അതിനുശേഷം ആ പ്രോഗ്രാം അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഓഫീസിൽ തന്നെ വിഷ്വൽ കാണാൻ നേരത്ത് കസേരയുടെ മുകളിലാണ് ഇവർ സ്റ്റേജ് കെട്ടിയിരിക്കുന്നത്. കസേരയുടെ അപ്പോൾ ഞാൻ അതിന് 2 ദിവസം മുമ്പ് തന്നെ ഞാൻ വിവരാശം പ്രകാരം അവിടെ അപേക്ഷ വെച്ചിരുന്നു GCDA. എങ്ങനെയാണ് ഇത് കൊടുക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം ഇത് FIFA Under-17 വന്നതും അറിയാം. അതുമായി ബന്ധപ്പെട്ട് സെൻറ്റ് ആൽബർട്ട്സിൻ്റെ ഗ്രൗണ്ട് എടുത്ത ആ കേസ് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി അങ്ങനെയാണ് ഗ്രൗണ്ട് GCDA തിരിച്ചു പിടിക്കുന്നത്. അന്ന് 36 കോടി രൂപയാണ് ഈ പറഞ്ഞ JNU സ്റ്റേഡിയത്തിന് വേണ്ടി FIFA Under-17 ഉള്ള FIFA ഗ്രൂപ്പ് കൊടുക്കുന്നത്. അത് ടർഫ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ടർഫാണ്. എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ പോലും അത്ര നല്ലൊരു ടർഫ് ഉണ്ടാകാൻ വഴിയില്ല. കസേരകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ട് കസേരകളെ മെയിൻറ്റെയിൻ ചെയ്തില്ല. അതിൻ്റെയൊക്കെ വിജിലൻസ് കേസ് വേറെ നടക്കുകയാണ്. പക്ഷേ ഇവിടെ നടന്നത് എന്താണ്? ഇവിടെ 23/9 ഒരു അപേക്ഷ വെക്കുന്നു. മൃദംഗം വിഷൻ സംതിങ് അവരൊരു അപേക്ഷ വെക്കുന്നു. ചെയർമാൻ ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് വെക്കണം. ചെയർമാൻ അത് 30 ദിവസം ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ചെയർമാൻ അത് സെക്രട്ടറിയെ ഏൽപ്പിക്കുന്നു. സെക്രട്ടറി അത് നേരെ കുറിയിട്ടിട്ട് നേരെ എസ്റ്റേറ്റാണ് അവിടുത്തെ ഈ വാടക ഇനവും ലാൻഡ് ലീസിന് കൊടുക്കണം. എസ്റ്റേറ്റ് വിങ് ഉണ്ട്. നമുക്ക് ഓരോ സ്ഥാപനത്തിലും ഓരോ വിങ് ഉണ്ട്. അവർ തീരുമാനിക്കുകയാണ്. അവർ തീരുമാനിക്കാതെ വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് രാജ്യം പറഞ്ഞ പോലെ വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ അപേക്ഷ നൽകിയിരിക്കുന്നത് ചെയർമാൻ വഴിയായതുകൊണ്ട് ഈ ഉത്തരവ് ചെയർമാൻ വഴി നടപ്പാക്കണം. അങ്ങനെ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ചെയർമാൻ കൊടുക്കുന്നു. ചെയർമാൻ വീണ്ടും 30 ദിവസം അതോടെ വെക്കുന്നു. 30 ദിവസം വെച്ച ശേഷം അത് നേരെ സെക്രട്ടറിക്ക് കൊടുക്കുന്നു. സെക്രട്ടറിയുടെ സെക്രട്ടറിക്ക് ഒരു അധികാരമില്ല. ലീസിന് കൊടുത്തിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് NOC വാങ്ങിക്കുക എന്നുള്ള തമാശയാണ്. അവിടെയാണ് എൻ്റെ ഈ അഴിമതി ആംഗിൾ അവിടെയാണ് വരുന്നത്. അങ്ങനെ സെക്രട്ടറി പറയുന്നു NOC വാങ്ങിക്കാൻ പറയും. NOC വാങ്ങിച്ചിട്ടില്ല, ഇപ്പോൾ ചിലപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടാകാം. NOC വാങ്ങിക്കുന്നു. ആ ദിവസം തന്നെ GCDAയുടെ ചെയർമാൻ ചന്ദ്രൻപിള്ള അദ്ദേഹം ഒരു ഡെപ്പോസിറ്റ് 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ്, 9 ലക്ഷം രൂപ വാടക. ഇത് ആരാണ് തീരുമാനിക്കണം? 9 ലക്ഷം ഏത് ക്രൈറ്റീരിയ നമുക്ക് മനസ്സിലാവുന്നില്ല. 15 വർഷം മുമ്പ് അവിടെ ഒരു ക്രിക്കറ്റ് കളി നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് ഏകദേശം 10-15 ലക്ഷം രൂപയാണ് വാടകയ്ക്ക് ഇത് കൊടുത്തത്. അപ്പോൾ ഈ ക്രൈറ്റീരിയ ഒന്നും പാലിക്കുന്നില്ല. ഇത് നോമിനേറ്റഡ് ചെയർമാൻ ഒരു അധികാരമില്ല. അദ്ദേഹം നുണ പറയുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് അനുസരിച്ച് ചെയ്യാനല്ല ഇവിടെ രാഷ്ട്രീയക്കാരിരിക്കുന്നത്. പക്ഷേ അത് ഒരു പക്ഷേ അവരെ മോണിറ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഈ രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ നോമിനികൾക്കോ ഉണ്ട്. പക്ഷേ ഈ എല്ലാ സംവിധാനങ്ങളെയും ബൈപ്പാസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു കോർപ്പറേഷൻ ഉണ്ടല്ലോ, കോർപ്പറേഷനെ ബൈപ്പാസ് ചെയ്തിരിക്കുന്നു എന്ന് കോർപ്പറേഷൻ പറയുന്നു.
മറ്റൊന്ന്, ഈ GCD എന്ന് പറയുന്ന സംവിധാനത്തെ നമുക്കറിയാം, അവർക്ക് ചെല്ലും ചെലവും ഒക്കെ കൊടുത്ത് വിപുലമായിട്ടുള്ളൊരു എഞ്ചിനീയറിംഗ് സംവിധാനമുണ്ട്. ആ എഞ്ചിനീയറിംഗ് സംവിധാനം അവരെ നോക്കുകുത്തിയാക്കിയോ, അതല്ല ഉത്തരവാദിത്തപ്പെട്ട അവരുമായി കമ്മ്യൂണിക്കേറ്റ് ഒരു പക്ഷേ ചെയ്തിരിക്കാമെന്ന് പറയാം. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വന്നിട്ടില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്തെങ്കിൽ അവിടേക്ക് ഈ പറയുന്ന ഉദ്യോഗസ്ഥർ പോയിട്ടില്ല എങ്കിൽ അതും തെറ്റാണ്. പക്ഷേ അതൊക്കെ മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഈ പറയുന്ന GCD ചെയർമാനുണ്ട്. പിന്നെന്താണ്, ഈ മൂന്നാമത്തെ ഖണ്ഡികയിൽ ഈ താൽക്കാലിക നിർമ്മാണങ്ങൾ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ കലൂർ സ്റ്റേഡിയത്തിൽ വരുത്തി കഴിഞ്ഞാൽ അതിന് ചട്ടങ്ങളുണ്ട്. കൊച്ചി കോർപ്പറേഷൻ, ഫയർഫോഴ്സ് തുടങ്ങിയ അധികൃതരിൽ നിന്നും മുൻകൂർ അനുമതി ലഭ്യമാക്കിയിരിക്കണം. അത് ആരാണ് വാങ്ങേണ്ടത്? ശ്രീ ചെഷയർ. അപ്പോൾ ചെയർമാൻ്റെ പ്രത്യേക ഒരു താല്പര്യം, അത് എന്ത് വ്യാഖ്യാനങ്ങൾക്കാണ് ഇട നൽകുന്നത്? അത് ഞാൻ വിജിലൻസിലെ പരാതി നിൽക്കുള്ളൂ. വിജിലൻസിൽ പരാതി കൊടുത്ത് സ്വകാര്യ സ്ഥാപനത്തിന് അധികമായ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി തൻ്റെ ഇല്ലാത്ത അധികാരം ദുർവിനിയോഗം ചെയ്തു. അത് 7(2) PC ആക്ടിൽ പറയുന്നുണ്ട്. ആ ദുർവിനിയോഗം ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം എടുക്കാൻ പാടില്ലാത്ത അധികാരം എടുത്തത്? അതുമല്ല, ഇദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്? അവിടെ ഓൾറെഡി ഇവർക്ക് റവന്യൂ കിട്ടാനാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. പക്ഷേ റവന്യൂ ആണ് ഏപ്രിൽ 30 വരെ. അവിടെ ബ്ലാസ്റ്റേഴ്സിന് 1 കോടി രൂപ കൊടുത്തെന്നാണ് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. അത് ക്ലാരിറ്റി ഇല്ല. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് കൊടുത്ത് വാടക കൊടുക്കുന്നുണ്ട് അവർക്ക്. അപ്പോൾ പിന്നെ എന്തിനൊരു അധിക വരുമാനം? അവിടെ വരുമാനം ഓൾറെഡി ഉണ്ട്. പിന്നെ ഈ വർഷം ഏപ്രിൽ വരെയാണ് കരാറുണ്ട്. ഈ വർഷം ഏപ്രിൽ വരെ അല്ലേ? ഏപ്രിൽ വരെ അല്ലേ കരാറ്? ഉണ്ട്. അതെ, ഏപ്രിൽ 30 വരെ. അതിനകത്ത് എസ്റ്റേറ്റ് ഓഫീസർ പറയുന്നുണ്ട് ഏപ്രിൽ 30 വരെയും കരാറുണ്ട്. ISI ഇൻ്റർനാഷണൽ സ്പെസിഫിക്കേഷനുള്ള ഒരു സ്റ്റേഡിയമാണ്. ആ ഏപ്രിൽ കരാറുണ്ട്. അത് കാരണം ഈ അപേക്ഷ നിരസിച്ച് ഉത്തരവായി. അത് ഇതെന്താ പറ്റിയെന്ന് പറയട്ടെ. ഇത് സെക്രട്ടറി വഴിയാണ് നമ്മൾ സാധാരണ ഒരു അപേക്ഷ കൊടുക്കണേ. സെക്രട്ടറി ഡെസ്പാച്ച് കൊടുത്ത് ഒരു ഫയൽ നമ്പർ വരും. ഇതിന് ഫയൽ നമ്പർ ഇല്ല. ഫയൽ നമ്പർ ഇടുന്നത് 30 ദിവസം, 35-40 ദിവസം കഴിഞ്ഞിട്ട് ഈ അപേക്ഷയിലാണ് ഈ ഫയൽ നമ്പർ. ചെയർമാൻ കൊടുക്കുമ്പോഴാണ് ഈ അപേക്ഷയിൽ ഫയൽ നമ്പർ വരുന്നത്. അതുവരെ ചെയർമാൻ വെച്ച്, അതാണ് സ്കാം എന്ന് പറയുന്നത്. അതാണ് ഞങ്ങൾ കാണുന്നത്. അതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതാണ് PC ആക്ട് നിൽക്കുകയുള്ളൂ. അതിനുശേഷം ഈ സൂപ്രണ്ട് പറയുന്നത്, എസ്റ്റേറ്റ് ഓഫീസർ പറയുന്നത് ഇത് കൊടുക്കാൻ പറ്റില്ല, ഇന്ന കാരണങ്ങളുണ്ട്, വരുമാനം കിട്ടുന്നതിന് കൊടുക്കാൻ പറ്റില്ല. അത് ഉത്തരവായി. ഈ ഉത്തരവ് എങ്ങനെയാണ് ചെയർമാൻ ഓവർകം ചെയ്തതെന്നാണ് നിയമവശം നമുക്ക് അറിയേണ്ടത്. ഈ ഉത്തരവ് എങ്ങനെ ഓവർകം ചെയ്തു? പിന്നെ ഈ വാടക എങ്ങനെ നിശ്ചയിച്ചു? ഈ 9 കോടി, അത് മൊത്തം 14 ലക്ഷം രൂപ, 9 കോടിയില്ല 14 ലക്ഷം രൂപ അടച്ചിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. രാഗിനോട് ഞാൻ പറഞ്ഞതാണ്, GCD ചെയർമാൻ ഉത്തരവിറക്കുന്നു. അന്ന് വൈകുന്നേരം 5 മണിക്ക് ധനലക്ഷ്മി ബാങ്കിൽ ഈ പൈസ ഈ പറയുന്നവർ കൊടുക്കുകയാണ്. എന്നിട്ട് 16-ാം തീയതി അതിൻ്റെ റെസീറ്റ് ഹാജരാക്കുന്നു. 5 മണി കഴിഞ്ഞാൽ റെസീറ്റ് ഹാജരാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒറ്റ ദിവസം കൊണ്ടാണ് ഈ സ്കാം എല്ലാം നടക്കുന്നത്. ഈ വലിയ അഴിമതിയാണ്. ഈ 9 ലക്ഷം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി എന്താണ് GCD ചെയ്ത റോൾ? പിന്നെ എഞ്ചിനീയർമാരവിടെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാ ദിവസവും എഞ്ചിനീയർമാരുണ്ട്. സൈറ്റ് എഞ്ചിനീയർ അവിടെ ഉണ്ടായിരുന്നു. സൈറ്റ് എഞ്ചിനീയറുടെ ഒരു മകളോ മകനോ അവിടെ ഡാൻസ് കളി പ്രോഗ്രാമിലുണ്ടായിരുന്നു. അവർ വന്നപ്പോൾ തന്നെ അവിടെ പറഞ്ഞിരുന്നു, ഒരു എക്സിക്യൂട്ടീവ് ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, ജോബി ജോനോട് വന്ന് പറയുന്നുണ്ട്. അവർ ജോബി ജോൺ പറയുമ്പോൾ ജോബി ജോൺ അത് ചിരിച്ചുകൊണ്ട് നിരാകരിക്കുകയാണ്. എന്തിനാണ് ചെയർമാൻ ഒരു അസിസ്റ്റന്റ് എഞ്ചിൻ ശരി, ഞാൻ മടങ്ങിയെത്താം ശ്രീ ചെഷയർ, ഞാൻ മടങ്ങിയെത്താം. കാരണം ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് താങ്കൾ ഉന്നയിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് GCD ആണ്. ശ്രീ സക്കീർ, താങ്കൾ അവിടുത്തെ CPയുടെ കൗൺസിലാണല്ലോ. ഇന്നിപ്പോൾ ആരോപണങ്ങൾ ബലപ്പെടുന്നത് ആർക്കെതിരെയാണ്? GCDക്ക് എതിരെയാണ്, ചെയർമാനെതിരെയാണ്. മേയർ അനിൽകുമാർ പറയാൻ പറ്റുന്ന ഭാഷയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിലെ ഒരു അംഗത്തിനെതിരെയോ മുതിർന്ന നേതാവിനെതിരെയോ അല്ലെങ്കിൽ ആ സംവിധാനത്തിനെതിരെയോ പറയാൻ പരിമിതികളുണ്ട്. എന്നിട്ട് കൂടി കടന്ന് അദ്ദേഹം മേയർ പറയുന്നുണ്ട് ഞങ്ങളൊന്നുമേ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അദ്ദേഹം കൈമലർത്തിയാണ്. അപ്പോൾ അവിടെ ബൈപ്പാസ് ചെയ്തു, തങ്ങളെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പാലിച്ചില്ല എന്ന് പറയപ്പെടുമ്പോൾ ഇന്നിപ്പോൾ എന്താണ് ഒടുവിൽ GCD നടത്തുന്നത്? ഒരു അന്വേഷണം തന്നെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. എന്തൊക്കെയാണ്? ഒന്ന്, ഈ ഭാരവാഹികൾക്കെതിരെ അവിടെ അന്വേഷണം സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ടല്ലോ. പോലീസ് ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, പ്രത്യേക ടീം നടത്തുന്നുണ്ടല്ലോ. പിന്നെ എന്താണ്, അവരുടെ സൈറ്റിലെ ഒരു എഞ്ചിനീയർക്കെതിരെ ഒരു ചട്ടവിരുദ്ധ നടപടിക്ക്, നീക്കത്തിന് അല്ലെങ്കിൽ ഇടപെടലിന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ പുകമറ സൃഷ്ടിക്കാനാണോ GCD ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം? യഥാർത്ഥ വസ്തുതയാണെങ്കിൽ ചെയർമാൻ്റെ റോള് അതൊരു സംശയം ബലപ്പെടുത്തുന്നുണ്ടോ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇവിടെ നമ്മള് ചർച്ചയിൽ രണ്ട് വിഷയങ്ങളാണ്. സംഘാടകരായുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇവിടെ ഉന്നയിക്കുന്ന മറ്റൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധനയാണ്. അതിനാണ് ഇവിടെ പോലീസിന്റെ അന്വേഷണം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ GCD ചെയർമാൻ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം കോർപ്പറേഷന്റെ സ്ഥിതി എന്താണെന്ന് മേയർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കോർപ്പറേഷന് അറിയാൻ കഴിഞ്ഞിട്ടില്ല,
കോർപ്പറേഷന് യാതൊരുവിധ അറിയിപ്പും ഇവർ തന്നിട്ടില്ല. നമ്മളെല്ലാവരും കണ്ടതാണ് ബഹുമാനപ്പെട്ട MLA ശ്രീമതി ഉമാ തോമസ് അവിടെ വീഴുന്ന സാഹചര്യം കണ്ടതാണ്. എനിക്കിതിൽ വളരെ പ്രധാനപ്പെട്ടതായി സൂചിപ്പിക്കാനുള്ളത്, ആ സ്റ്റേജിൽ ഒരു അടി പോലും സ്ഥലമില്ലാത്ത സ്ഥലത്ത് ഈ പറയുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട മന്ത്രി സജി ചെറിയാൻ, അതേപോലെ MLA, അതേപോലെ ശ്രീ കൈതപ്രം ദാമോദരൻ സാർ, അങ്ങനെ ഇഷ്ടം പോലെ ആളുകൾ ഇരിക്കുന്ന ആ വേദിയിലേക്ക് ആര് കയറി വന്ന് നിന്നാലും ഏതൊരു പോലീസ് ഓഫീസർ ഉണ്ടെങ്കിൽ ആ പോലീസ് ഓഫീസറെങ്കിലും പറയും. കാരണം എന്തെന്ന്, ഇത് ഇവർക്ക് ഇവിടെ ഈ സ്റ്റേജിൽ ഇരിക്കാൻ പോലും കഴിയാത്തൊരു സ്റ്റേജാണെന്ന് പറയും. അപ്പൊ ഈ അന്വേഷണങ്ങൾക്ക് പുറകിൽ ഈ ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും എല്ലാം ഈ സംഘാടകർക്ക് കൂട്ടുനിന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കാലഘട്ടത്തിൽ കാര്യങ്ങളിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. അത്രയും മോശപ്പെട്ട അവസ്ഥയിലുള്ള ഒരു സ്റ്റേജിൽ പോയി ഒരു MLA വീഴുന്നത് മുഴുവനും കേരളത്തിലെയും ലോകത്തുള്ള മുഴുവൻ ആളുകളും അനുമതി കൊടുത്ത തലപ്പത്തെ ഈ സംവിധാനത്തെ തലപ്പത്തെ ആളുടെ ഈ തിടുക്കം, പ്രത്യേക താല്പര്യം, ഒരു ഓഗസ്റ്റിൽ കൊടുത്ത അപേക്ഷ അതാണ്, അത് സെക്രട്ടറിക്ക് മുഖാന്തരം കൈമാറുന്നു. അപ്പോൾ പ്രത്യേകമായിട്ട് കോർപ്പറേഷൻ പറയുന്നു തലേ ദിവസമാണ് തന്നെ ക്ഷണിക്കുന്നത്. അപ്പോൾ മൻമോഹൻ സിംഗിന്റെ ദുഃഖാചരണം നിൽക്കുന്ന സമയമാണ്. അവിടെ സുരക്ഷാ പാളിച്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ, ഫോണിൽ കൂടെ മാത്രം നടത്തിയ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ ചെയർമാന്റെ റോളിനെ ഞങ്ങൾ എങ്ങനെ എന്ത് വിചാരിക്കണം, എങ്ങനെ വ്യാഖ്യാനിക്കണം, അത് പറയൂ. അല്ല, ചെയർമാന്റെ കാര്യങ്ങളെല്ലാം ഇന്ന് ചെയർമാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ടൊരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. GCDA സെക്രട്ടറിക്ക് കൊടുത്ത കത്തുമായി ബന്ധപ്പെട്ട് GCDA എഞ്ചിനീയർമാർ പരിശോധിക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി അന്വേഷിച്ച് ആ അന്വേഷണം പൂർത്തീകരിക്കട്ടെ. എല്ലാ വിഷയങ്ങളിലും ഒരേപോലെ ഫയലുകൾ പോകാൻ കഴിയില്ല. ചില സന്ദർഭങ്ങളിൽ ഇപ്പൊ ഇതിനു മുമ്പും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടും GCDA ബന്ധപ്പെട്ടെല്ലാം എത്രയോ പരിപാടികൾ ഈ സ്റ്റേഡിയത്തിൽ നടന്നിട്ടുണ്ട്. അവിടെയെല്ലാം ചില പരിപാടികൾക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് പോകേണ്ട പരിപാടികളാണെങ്കിൽ ഈ IPL പോലെയുള്ള അങ്ങനെ ഒരു പ്രത്യേക ചേതോവികാരം ഈ പരിപാടിക്ക് എന്താണ് ഉണ്ടായിരുന്നത്? പ്രത്യേക ഒരു ചേതോവികാരം കണ്ടത് എന്താണ്? ഈ പരിപാടിക്ക് എന്തായാലും അങ്ങനെ ഒരു ചേതോവികാരം കണ്ടിട്ടില്ല. ഇതിലെ സംഘാടകരിൽ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇതില് പലരും ഇതെല്ലാം ഇവരെല്ലാം കളക്ട്, ഞങ്ങളൊരു കൗൺസിലർ, തൊട്ടടുത്തുള്ള ഒരു കൗൺസിലറും കൂടിയാണ് ഞാൻ. ഇത് മാത്രമല്ല, അതിന്റെ തൊട്ടടുത്തുള്ള ഒരു കൗൺസിലറും കൂടിയാണ്. ഇവരെ എല്ലാവരെയും കളക്ട് ചെയ്തേക്കണം. നൃത്ത അധ്യാപകരുമായി ബന്ധപ്പെട്ട് അവരിൽ അറിയിപ്പ് കൊടുത്തും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നൃത്ത അധ്യാപകരെയും ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുട്ടികളെയാണ് അവിടെ പങ്കെടുപ്പിച്ചേക്കണത്. അപ്പൊ ഇതിൽ സാമ്പത്തിക അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് കേരളത്തിലല്ല വേറെ വല്ലതും രാജ്യത്താണ് നടന്നതെങ്കിൽ തീർച്ചയായിട്ടും സംഘാടകരെ ഇപ്പൊ ജയിലിലടക്കേണ്ട സമയം കഴിഞ്ഞ്. കാരണം അവർ ചെയ്തു വെച്ച കൊള്ളരായ്മ കൺമുന്നിൽ കാണുന്ന സമയം കഴിഞ്ഞ് 3-4 ദിവസമായി. കാര്യങ്ങളൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ കോർപ്പറേഷൻ മേയർ എന്താണ് പറയുന്നത്? ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ കഴിയുന്നതാണോ ഇവിടെ? പോട്ടെ, GCDയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മുൻകൂർ അനുമതി ഈ ഉണ്ടാകുന്നതിൽ വീഴ്ച ഈ സംഘാടകർക്ക് പറ്റിയെന്നിരിക്കട്ടെ. അവിടെ എന്താണ്, ടിക്കറ്റ് വെച്ച് ഒരു പരിപാടി നടത്തുമ്പോൾ സ്വാഭാവികമായും കോർപ്പറേഷൻ അത് അറിയേണ്ടതാണ്. അറിഞ്ഞു, അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗസ്ഥർ അവിടേക്ക് ചെന്ന് തിരികെ പോയി എന്ന് പറയുന്നുണ്ട്. ഇത്രയും 12,000 ആളുകൾ നഗരത്തിൽ വരികയാണ്, പ്രകമ്പനം കൊള്ളും ആ നഗരം. അത് കോർപ്പറേഷൻ അറിയാതെ പോകുന്നുണ്ടെങ്കിൽ കോർപ്പറേഷനൊരു തിരിഞ്ഞുനോട്ടം വേണ്ടിയിരുന്നില്ലേ? കോർപ്പറേഷനും സംവിധാനങ്ങളില്ലേ? അപ്പോൾ ഇങ്ങനെ കൈയൊഴിഞ്ഞ് പാടെ അങ്ങ് പോകാൻ അനിൽകുമാറിന് കഴിയുമോ? മേയർക്ക് കഴിയുമോ? നഗരസഭയ്ക്ക് കഴിയുമോ? അല്ല, മേയർ കൈയൊഴിഞ്ഞിട്ടില്ലല്ല. മേയർ അത് കൃത്യമായി അതിന്റെ അന്വേഷണം നടത്തി സെക്രട്ടറിനെ കൊണ്ട് അതിന്റെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു HIയുടെ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മുന്നോട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി മേയർ പറഞ്ഞിട്ടുണ്ട്. അതാണ് കോർപ്പറേഷന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യും. ബാക്കി ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള മുഴുവൻ കാര്യം, ഇപ്പൊ ശേഷകർ അവിടെ നിന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട GCDA ചെയർമാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പോലീസിന്റെ അന്വേഷണവും ഈ അന്വേഷണങ്ങളെല്ലാം പൂർത്തീകരിച്ച് വരട്ടെ. അപ്പൊ നമുക്കറിയാൻ കഴിയും ആരുടെ എസ്റ്റേറ്റ് വിഭാഗമുണ്ടല്ലോ. GCDAക്ക് ഒരുപാട് വിപുലമായ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനത്തിൽ പറയുകയാണ് ഇത് അനുമതി നൽകാൻ പാടില്ല. ഒരു കരാർ നമ്മൾ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഒരു ഇന്റർനാഷണൽ മത്സരം അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ടർഫ് അത് ഇങ്ങനെ ഒരു താൽക്കാലിക നിർമ്മാണത്തിനടക്കം വിട്ടു നൽകിയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് അവർ ചൂണ്ടിക്കാട്ടിയിട്ടും അതിന്
പുതിയൊരു തീരുമാനം ചെയർമാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അടിയന്തര സാഹചര്യം എന്താണ്? അടിയന്തരമായി ഇവരെ തന്നെ ഇവിടെ കൊണ്ടുവരണം എന്നൊരു സാഹചര്യം അദ്ദേഹത്തിന് തോന്നാൻ കാര്യം എന്താണ്? മറ്റൊന്ന്, അദ്ദേഹം തന്നെ നിശ്ചയിക്കുകയാണ് ഈ തുക, വാടക. അതിന് പിന്നാലെ ഈ പറയുന്ന ആളുകൾ അവർ തട്ടിക്കൂട്ട് പരിപാടിയുമായി അവർ നേരെ പോലീസിനെ സമീപിക്കുന്നു. അവിടെ 60,000 രൂപ പോലീസിന് നൽകിയെന്ന് പറയുന്നു. അപ്പോൾ ഇതിനൊന്നും ഒരു ഓഡിറ്റിംഗ് ഇല്ലേ? കാഴ്ചക്കാരായ ADGP അടക്കം അവിടെ നിൽക്കുന്ന ഒരു വേദിയാണ്. അപ്പോൾ ആർക്കും എന്തും തോന്നിയതുപോലെ ഒരു കൊച്ചി പോലെ ഒരു നഗരത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനെ ആവർത്തിക്കാൻ പാടില്ല. അപ്പോൾ തക്കതായ ശിക്ഷ വേണം. അതിനെന്താണ്? സുതാര്യമായ ഒരു അന്വേഷണം വേണം. അത് നടക്കുന്നുണ്ടോ? വിജിലൻസിന്റെ മുന്നിലേക്ക് ഒരു പരാതി ചെന്നു, സമയം ഇത്രയും കഴിഞ്ഞിരിക്കുന്നു, ഗൗരവത്തോടെ ആ വിഷയത്തെ സമീപിക്കുന്നുണ്ടോ? പാർട്ടിയിലെ അംഗമാണ് ഈ GCDയുടെ തലപ്പത്തിരിക്കുന്നത്, അദ്ദേഹത്തിനെതിരെ സുതാര്യമായ ഒരു അന്വേഷണം നടക്കുമെന്ന് സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ ശ്രീ സക്കീർ? അല്ല, ഇത് ഈ സംസാരം മുഴുവനും നമ്മൾ ഒരു GCD ചെയർമാനെ കേന്ദ്രീകരിച്ച് പോകുന്നു. അങ്ങനെ ഒരു ചർച്ച പോകരുത്. കാരണം ഇതിന്റെ അന്വേഷണങ്ങൾ പൂർത്തീകരിച്ച് വരുമ്പോൾ ഇതിന്റെ പുറകിൽ ആരാണെങ്കിലും അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും. അന്വേഷണം കൃത്യമായി സുതാര്യമായി നടക്കും. അതാണ് നമുക്കിപ്പോ വേണ്ടത്. നമ്മളെല്ലാ വർത്തമാനത്തിലും ഏറ്റവും കൂടുതൽ ഇപ്പൊ ചെയർമാനിലേക്ക് കേന്ദ്രീകരിച്ച് പോകുന്ന ഒരു സാഹചര്യം വരരുത്. ചെയർമാനെതിരെ ഗുരുതര ആരോപണങ്ങൾ വരുമ്പോൾ ചെയർമാന് പറയാമായിരുന്നു, എൻ്റെ പങ്കടക്കം അല്ലെങ്കിൽ എനിക്കടക്കം വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സംവിധാനത്തിന് മുഴുവൻ നിഷ്പക്ഷമായ രീതിയിൽ എല്ലാ നെല്ലും പതിരുമൊക്കെ തിരിയുന്ന രീതിയിലൊരു അന്വേഷണം ആകട്ടെ എന്ന് പറയാമായിരുന്നല്ലോ. അത് പറഞ്ഞില്ല. GCDയെ അവരുടെ സംവിധാനത്തിൽ വെച്ച് സംഘാടകർക്കെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്. അതെന്ത് രീതിയാണ്? അല്ല, ഇവിടെ പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അത് കൃത്യമാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇവിടെ എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ, എഞ്ചിനീയർമാരുള്ളത്, അവിടെ നടത്തേണ്ട കുറെ കാര്യങ്ങൾ നടത്താതിരുന്നത്, ഇതെല്ലാം പോലീസിന് അന്വേഷിക്കാം. ആ അന്വേഷണങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റും വിജിലൻസും എല്ലാം ചെയർമാനായിട്ടുള്ള ബന്ധം പറഞ്ഞുകൊണ്ട് മാറി നിൽക്കില്ല. ഇത് ചെറിയൊരു കാര്യമല്ല. ഇതില് സംഘാടകരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് അവരെ ജയിലറക്കുള്ളിൽ അടക്കണം. ഇനി മേലിൽ ഈ കേരളത്തിൽ ഇത്തരത്തിലൊരു പരിപാടി കാണരുത്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ അന്വേഷണത്തിൽ തെളിയും. അപ്പോഴാണ് അവരെ കുറിച്ച് പറയേണ്ടത്, അവരെ ശിക്ഷിക്കേണ്ടത്. ഇത് നമ്മൾ ഇവിടെ ഇപ്പൊ സംസാരിച്ചെല്ലാം വരുന്നത് GCDയുടെ ഒരു ചെയർമാൻ മാത്രം വിചാരിച്ച് നടത്തുന്ന രീതിയിലേക്ക് വർത്തമാനങ്ങൾ പോകണം. ഒരു കാരണവശാലും അങ്ങനെ പോകരുത്. കാരണം ഇതിന്റെ പുറകില് സംഘാടകർക്ക് പങ്കുണ്ട്, ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്. ഉദ്യോഗസ്ഥർ നോക്കി നിന്നു. ആ ഉദ്യോഗസ്ഥർ ആരാണ്? അവിടുത്തെ എഞ്ചിനീയറിംഗ് വിഭാഗമുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. അവർക്കൊക്കെ പങ്കുണ്ട്. അതിനപ്പുറത്തേക്ക് തലപ്പത്തിരിക്കുന്ന ചെയർമാനും അതേ പങ്കുണ്ട്. അത് തന്നെ പറഞ്ഞുള്ളൂ. GCDA സെക്രട്ടറി ഇതിൽ പങ്കാളിത്തം, ഇതിൽ ഈ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതിൽ ദിവ്യ ഉണ്ണി അടക്കമുള്ള പങ്ക് എന്താണെന്ന് അന്വേഷിക്കണ്ടേ? കാരണം ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നൃത്ത അധ്യാപകരെ എങ്ങനെയെല്ലാമാണ് കളക്ട് ചെയ്തത്, അവിടെയെല്ലാം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഈ പൈസ കളക്ട് ചെയ്തുകൊണ്ട് നടത്തുന്ന കാര്യങ്ങൾ, ഇതെല്ലാം അന്വേഷണത്തിൽ വരണം. ഇനി മേലിൽ ഇത്തരം കുട്ടികളെ വെച്ചുകൊണ്ട് സാമ്പത്തിക ക്രമക്കേട്, സാമ്പത്തിക കൊള്ള നടത്തുന്നത് നമ്മുടെ നാട്ടിൽ ഇനി ഒരിക്കലും നടക്കാൻ പാടില്ല. നമ്മളെല്ലാവരും കണ്ടാൽ ബഹുമാനപ്പെട്ട MLA മാത്രം, അവിടെ മന്ത്രി ഇരിപ്പുണ്ട്. ആ സ്റ്റേജിന്റെ സ്ഥിതി കണ്ട, സ്റ്റേജിന്റെ സ്ഥിതിയിൽ ഞാൻ ആദ്യത്തെ ചർച്ചയിൽ തന്നെ സൂചിപ്പിച്ചതാണ്. ഇവിടെ GCD ചെയർമാൻ ആയിട്ട് ബന്ധപ്പെട്ടും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇവര് ഈ ഗ്രൗണ്ടിന്റെ അകത്ത് അവര് വിളക്ക് കൊളുത്താനുള്ള പരിശ്രമം നടത്തിയപ്പോൾ ഒരു കാരണവശാലും ആ ഫ്രണ്ടിൽ ഏറ്റവും സെന്ററിൽ അത് ചെയ്യാൻ കഴിയില്ല. തൊട്ട് ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കിയ ഒരു ടെമ്പററി സ്റ്റേജാണ്. അങ്ങനെയാണോ ഇത്രയും മന്ത്രിമാരും ഇത്രയും ആളുകൾ വരുമ്പോൾ ചെയ്യേണ്ടത്? ആ സ്റ്റേജ് കണ്ടാലറിയാം. അത് എന്തോ ഭാഗ്യത്തിന് അല്ലെങ്കിൽ അതിന്റെ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന ടെമ്പററി സ്റ്റേജാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ എഞ്ചിനീയറിംഗ് സെക്ഷൻ ഒക്കെ നോക്കേണ്ടതാണ്. വലിയ സാങ്കേതിക പരിജ്ഞാനം ഒന്നും വേണ്ട ആ സ്റ്റേജിന്റെ ഗതി കാണാൻ. പക്ഷേ നമുക്ക് നിർഭാഗ്യവശാൽ നമ്മുടെ ഒരു മന്ത്രി, നമ്മുടെ ജനപ്രതിനിധികൾ, സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലനം അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ADGP, അവിടുത്തെ കൊച്ചി DCP, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ, GCDയുടെ ചെയർമാൻ, GCDയുടെ സാങ്കേതിക വിദഗ്ധർ, ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ തന്നെ ആ വേദിയിൽ ഉണ്ടായിട്ട് പോലും അതിനെക്കുറിച്ചൊന്ന് നാവനക്കാൻ നിങ്ങൾ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകരുത് ദയവായി. ഇനി അത് ചെയ്യാൻ പാടില്ല. ഈ റിബൺ പിടിച്ചു കെട്ടിയിരിക്കുന്ന ആ റിബൺ എപ്പോൾ വേണമെങ്കിലും പൊട്ടി വീഴാമെന്ന സാമാന്യ മര്യാദ അവിടെ കാട്ടിയില്ല. അത് വളരെ ഗൗരവമേറി. അതും പോട്ടെ, ആ അപകടം കഴിഞ്ഞതിന് ശേഷം ഒരു MLA അപകടത്തിൽപ്പെട്ടു വീണതാണ്. ഏത് പരിപാടി നമുക്ക് കുറച്ച് സമയത്തേക്കെങ്കിലും നിർത്തിവെക്കാമെന്ന ഒരു മനുഷ്യത്വം കാണിക്കാനുള്ള ആ ഒരു ചിന്ത പോലും ഇല്ലാത്ത ആളുകളായിപ്പോയി അവിടെയുള്ള ആളുകൾ. അപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ശ്രീ ചെഷയർ,
താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഗൗരവമേറിയ വിജിലൻസിന്റെ ഒരു പരിശോധന ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന്? സ്വാഭാവികമായും താങ്കൾ പറഞ്ഞ ആരോപണങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇല്ലില്ല. സാമ്പത്തികമായ രീതിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട തലങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഈ പറയുന്ന മൃദംഗ വിഷന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ? ഇപ്പോൾ അവരുടെ അക്കൗണ്ടിൽ ഏതാണ്ട് 30 ഇതിലൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയണ്ടേ ശ്രീ ചെഷയർ? അതായത് എൻ്റെ പരാതി കൊടുത്ത ശേഷമാണ് ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുന്നത്. ഇന്നാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുന്നത്. അത് വിജിലൻസിന് കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി. കാരണം ഞാൻ അടുത്ത് പോകണം, കോടതിയിലൊക്കെ പോകാൻ വേണ്ടി പോകണം. അത് വിജിലൻസ് പരാതി കൊടുത്തു. ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുന്നു. AXCനെ ഉഷേനാണെന്ന് സംശയം എനിക്ക്. അവരെ ഇന്ന് സസ്പെൻഡ് ചെയ്യുന്നു തോന്നുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ക്രൈം കറക്റ്റായില്ലേ? ഞാൻ പറഞ്ഞത് എന്താണോ അത് കറക്റ്റാണ്. പിന്നെ അവിടെ ഫുൾ ടൈം അവിടെ ഒരു എഞ്ചിനീയർമാരുണ്ട്. ഇനിയിപ്പോൾ കൊച്ചി നഗരസഭയ്ക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എന്താണ് മേയർ മാതൃഭൂമിയിലെ രാഗിനോട് പറഞ്ഞെന്താണ്? അവിടെ എന്നെ ചന്ദ്രൻപിള്ള എന്നെ വിളിച്ച് സംസാരിച്ചു, ഈ ഒരു സംഘാടകൻ വരും, ഒരു സഹായം ചെയ്തു കൊടുക്കണം. പക്ഷേ ഞാൻ ആ ഉദ്ഘാടന പരിപാടിക്ക് പോയില്ല. ചന്ദ്രൻപിള്ള പുള്ളി CPIയുടെ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ഈ പറയുന്ന അഡ്വക്കേറ്റ് അനിൽകുമാർ സെയിം സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ചന്ദ്രൻപിള്ള. അപ്പോൾ പുള്ളിക്ക് തന്നെ മനസ്സിലായി ഇതിൽ എന്തോ കുഴപ്പമുണ്ടെന്ന്. പിന്നെ സക്കീറിന് രക്ഷപ്പെടാൻ പറ്റില്ല. കൊച്ചി നഗരസഭയില എന്തുകൊണ്ട് 10 കോടി 9 കോടിയുടെ വിനോദ നികുതി നിങ്ങൾ പിരിച്ചില്ല? നിങ്ങൾ അറിഞ്ഞല്ലോ, ഈ നിമിഷം വരെ ഒരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ലല്ലോ. ഒരു നോട്ടീസ് പോലും സംഘാടകർക്കും കൊടുത്തിട്ടില്ല, GCDയും കൊടുത്തിട്ടില്ല. GCD പിരിച്ചിട്ടില്ലല്ലോ പൈസ. അപ്പോൾ ഇതെല്ലാം ഒരു സ്കാമാണ്. ഈ സ്കാമിൽ നിന്നുകൊണ്ടാണ് ഞാൻ പരാതി കൊണ്ട് കൊടുത്തവന് മാത്രമാണ്. അല്ലെങ്കിൽ ഇത് ഈ രേഖകളും പുറത്തേക്ക് വരില്ല. ഈ വിജിലൻസ് എൻക്വയറി എന്ന് പറയുമ്പോൾ പെട്ടുപോയി. എനിക്കൊരു കാര്യം കൂടി സക്കീറിനോട് പറയാനുണ്ട്. സക്കീർ പറഞ്ഞ എന്താണ്? ശിക്ഷിക്കപ്പെടട്ടെ. എവിടെ ശിക്ഷിക്കണം? 2016 GCDക്ക് ഇത് ഇട്ടിരിക്കുന്ന 13 12 FIRകളുണ്ട് വിജിലൻസിൻ്റെ. ഇതുവരെയും ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല. അവിടെയും നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണ്. അത് പിന്നെ UDF ആണെന്ന് ചോദിക്കാം. നിങ്ങൾ എന്താ ലൈഫ് മിഷൻ എന്താ കാണിച്ചു വെച്ചേക്കണം? മാനാശ്ശേരിയിൽ പണിതിരിക്കുന്ന ലൈഫ് മിഷൻ പട്ടിണിപ്പാവങ്ങളായ ഗാന്ധികர்களായ 88 കുടുംബങ്ങൾ ഒഴിവാക്കി അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ട് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണല്ലോ സക്കീറെ. നിങ്ങൾ രാഷ്ട്രീയം അവിടെ നിങ്ങൾ ചന്ദ്രൻപിള്ളനെ മാത്രം കോർണർ ചെയ്യുമെന്ന് പറയുന്നു. ചന്ദ്രൻപിള്ളയാണ് ചെയ്തിരിക്കുന്ന ഈ സ്കാമിൽ ചന്ദ്രൻപിള്ളയാണ് എൻ്റെ 1-ാം പ്രതി. ചന്ദ്രൻപിള്ള അറിയാണ്ട് ഈ പരിപാടി നടക്കില്ല. അതിൽ അവർക്ക്, അതായത് സ്വകാര്യ സ്ഥാപനത്തിന് വരുന്ന ലാഭത്തിന്റെ പറഞ്ഞു വരുന്നത് പല രീതിയിൽ സാമ്പത്തികം ഒഴുകിയിട്ടുണ്ടാകുമോ? അതാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? യെസ്, അതാണ് എങ്ങനെ മന്ത്രി വരുന്നു. മന്ത്രി എന്താന്ന് പറഞ്ഞത്? എനിക്ക് വിഷമം തോന്നി. ഞാൻ ഇഷ്ടപ്പെടുന്നൊരു പാർട്ടിയുടെ മന്ത്രിയാണ് പറയണത്. അത് സംഘാടക പിഴവില്ല എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്, അല്ലേ? നമ്മൾ എല്ലാവരും കേട്ടു. പരസ്യമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലെന്തോ ഒരു വലിയൊരു ടീം വർക്ക് നടക്കുന്നുണ്ട്. വല്ല 10 ലക്ഷത്തിൽ ഒന്നും അല്ല. ഇത് 9 കോടി 10 കോടി പിരിച്ചെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. അവരെന്താ പറയണത്? 35,000 ജനമാണ് പങ്കെടുത്തത്. നിങ്ങൾ കണ്ടില്ലേ? ഇതെങ്ങനെ നിർത്തിവെക്കുന്നത്? വലിയ ഷോ അല്ലേ എന്നാണ് പറയുന്നത്. എന്ത് ഷോ? അപ്പോൾ ഈ സ്കാം, അതായത് ഇന്റർനാഷണൽ സ്റ്റേഡിയം കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇവർക്ക് ഈ പ്രോഗ്രാം ഇതുപോലെ അവതരിപ്പിക്കാൻ പറ്റില്ല. കാരണം JNU സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് അറിയില്ല, ഞങ്ങളെപ്പോലെ സ്പോർട്സുകാർക്ക് അറിയാം. ഇന്ത്യ മൊത്തം അറിയും, പുറത്ത് അമേരിക്കയെ പോലും അറിയും. JNU സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ അറിയും. അവിടെ കൊണ്ടുവന്നൊരു സാധനം ഫിറ്റ് ചെയ്യുന്നു. അവിടെ ഇവർ ഇല്ലാത്ത അധികാരം ദുർവിനിയോഗമാണ് ചെയർമാൻ ചെയ്യുന്നത്. ആ അധികാര ദുർവിനിയോഗത്തിലൂടെ സ്വകാര്യ കക്ഷിക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കി കൊടുത്തു. സാമ്പത്തിക ലാഭം മാത്രമല്ല കൊടുത്തത്, കൊച്ചി നഗരസഭയുടെ ടാക്സ് അടക്കം വെട്ടിച്ചില്ലേ? ഇതുവരെ ഒരു നോട്ടീസ് നിങ്ങളുടെ റവന്യൂ ഓഫീസറോ അതല്ലെങ്കിൽ ഈ പറയുന്ന, ഞാൻ അറിയിച്ചല്ലോ, ഞാൻ പത്രക്കാട്ടി എല്ലാം കൊടുത്തല്ലോ അവർക്ക്. നിങ്ങൾ ഒരു കത്തെഴുത്. ഈ നിമിഷം വരെ 1 രൂപയെങ്കിലും ടാക്സ് അടക്കാൻ പറഞ്ഞിട്ട് കൊച്ചി നഗരസഭ പറഞ്ഞോ? മേയറും സക്കീറൊന്നും കൈവഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ രാഷ്ട്രീയം കാണരുത്. നിങ്ങൾ എന്താ പറയുന്നത്? ചന്ദ്രൻപിള്ളനെ ഞങ്ങൾ ചന്ദ്രൻപിള്ള കോർണർ ചെയ്യുന്നില്ല. ചെയർമാനിന് ഉത്തരം മറുപടി പറഞ്ഞേ മതിയാവും. ഇന്നല്ലെങ്കിൽ നാളെ ഈ പറയുന്ന ഒരു ഇതുണ്ട് സക്കീറെ, പാപം ആ MLA വീണതുകൊണ്ട് മാത്രം നിങ്ങളിതെല്ലാവരും അറിഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളിന്ന് അറിയാൻ പാടില്ല. ഒരു കാര്യം കൊണ്ട് വലിയൊരു ചർച്ച നടക്കുകയാണ്. JNU സ്റ്റേഡിയത്തിൻ്റെ കസേരയുടെ മുകളിൽ സ്റ്റേജ് കെട്ടി, അതിൻ്റെ മുകളിൽ പോലീസുകാരും മന്ത്രി ഇരുന്നു. അതാണ് ചർച്ച. അതാണ് ലോകത്ത് അറിയപ്പെടുന്നത്. എൻ്റെ പുറത്തുള്ള ഫ്രണ്ട്സൊക്കെ എനിക്ക് അതാ ഇട്ട് തരുന്നത്. എങ്ങനെയുണ്ടോ സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ കെട്ടിയത് കസേരയുടെ മുകളിൽ സ്റ്റേജ് കെട്ടിയിരിക്കുന്നത്? നാണം ഉണ്ടാ? ആ നാണം കെട്ട ഒരു ജില്ലയിലാണ് ഞാൻ താമസിക്കുന്നത് എന്നുള്ള ഒറ്റ വിഷമം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ഈ സ്റ്റേജ് ഇട്ടതും അതേപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് വളരെയധികം പ്രയാസമുണ്ട്. അതിലൊരു രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല. കാരണം അവിടെ MLA വീണതിന് ശേഷം ആ പരിപാടിയിൽ ആരെല്ലാം ഇരുന്ന് അത് തുടർന്നിട്ടുണ്ടോ അത് നമ്മുടെ മനസാക്ഷിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അത് കണ്ടപ്പോൾ എനിക്കും സത്യത്തിൽ അത് പ്രയാസം തോന്നി. കാരണം ആ വീഴ്ച അങ്ങനെയായിരുന്നു. ഇവിടെ സൂചിപ്പിച്ച പോലെ ആ സ്റ്റേജിന്റെ നിർമ്മാണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് മറ്റുള്ള കാര്യങ്ങളുടെ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണം നടക്കട്ടെ.
നമ്മൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും അങ്ങനെ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കട്ടെ, ഉണ്ടാകട്ടെ. അവിടെ മേയറുടെ റോളും മേയറുടെ ഈ പകുതി പറഞ്ഞുള്ള അല്ലെ പറയാതെ പറഞ്ഞുള്ള വാക്കുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം GCDA ചെയർമാൻ സ്വന്തമായിട്ടൊരു അന്വേഷണം അങ്ങ് പ്രഖ്യാപിക്കാതെ അദ്ദേഹത്തിനെതിരെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിനെതിരെ, അദ്ദേഹത്തിനെതിരെയല്ല, അദ്ദേഹത്തിൻ്റെ ഈ സംവിധാനത്തിന് സിസ്റ്റത്തിനെതിരെ എന്തെങ്കിലും പഴിയുണ്ടെങ്കിൽ ആ പഴിയിൽ വ്യക്തത വരുത്തേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഈ പരാതിക്കാരൻ്റെ പരാതി അനുസരിച്ച് അതിനുമായി സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി ശ്രീ ചെഷയർ ടാർസൻ. ഒപ്പം തന്നെ ശ്രീ സക്കീർ വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയത്.